الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس أوصيكم وإياي بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മെ ഓരോരുത്തരെയും പഠിച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചമഖിലവും നമുക്കെല്ലാവർക്കും സുഖകരമായി വസിക്കുവാൻ പാകത്തിൽ സംവിധാനിച്ചു തന്ന റബ്ബുൽ ആലമീനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചത് അനുസരിച്ച് അവന്റെ വഴിപ്പെട്ടുകൊണ്ട് പടച്ചറപ്പിനോട് തഖ്വ പുലർത്തിക്കൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജാഗ്രതയുള്ളവരായി ജീവിക്കണമെന്നും തുടക്കത്തിലെ ഞാൻ എന്നെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. റഹ്മാനാവട്ടെ, നിന്റെ ഇഷ്ടം സമ്പാദിക്കുന്ന, നിന്റെ തൃപ്തി നേടുന്ന, നിന്നിൽ തൃപ്തി അടയുന്ന സച്ചരിതരായ ദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ പ്രഭേ. റഹ്മാനായ റബ്ബ് മനുഷ്യർക്ക് നൽകിയ വിലയിടാൻ കഴിയാത്ത ഒരു അനുഗ്രഹമാണ് പരിശുദ്ധ റമദാൻ. ഭൗതികമായ പലതരത്തിൽപ്പെട്ട അനുഗ്രഹങ്ങൾ നമ്മൾ യഥേഷ്ടം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഭൗതിക ജീവിതത്തെ ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടി സഹായിക്കുന്നവയാണ്. ഭൗതികത മാത്രമല്ല ഒരു മനുഷ്യനുള്ളത്,
മനുഷ്യൻ ഒരു യഥാർത്ഥ മനുഷ്യനായി തീരണമെങ്കിൽ അവൻ ആളുകൾക്ക് എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തിത്വമായിട്ട്, ഇത് മാത്രമല്ല എല്ലാവർക്കും സമാധാനത്തോടുകൂടെ ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ വെറും ഭൗതിക സംവിധാനം മാത്രം ആസ്വദിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയില്ല. മനുഷ്യത്വം എന്ന് പറയുന്ന ഓരോ മനുഷ്യനെയും മനുഷ്യനാക്കി തീർക്കുന്ന ചില ഗുണങ്ങൾ കൂടി അയാൾക്കുണ്ടാവേണ്ടതുണ്ട്. ആ ഗുണങ്ങളെ ഇത്രയധികം വളർത്തുന്ന ഒരു സന്ദർഭം വേറെയില്ല. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സംസ്കാര സമ്പന്നനാക്കി മാറ്റാൻ പടച്ചറബ് ഒരു കാലയളവ് തന്നിരിക്കുക. ഈ കാലയളവിൽ പ്രവേശിക്കുന്ന ആർക്കും ഇത് ലഭ്യമാവും. വലിയ മാറ്റം, വലിയ സംസ്കരണം അയാൾക്ക് ലഭ്യമാവുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് നമ്മളൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, മുമ്പുള്ള ആളുകൾക്കും ഇതുപോലെ വ്രതം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. ലഅല്ലകും തത്തഖൂൻ, വ്രതം നിർബന്ധമാക്കിയതിലൂടെ, നോമ്പ് നിർബന്ധമാക്കിയതിലൂടെ ഉണ്ടാകേണ്ടത് നിങ്ങൾക്കുള്ള ഒരു ഗുണമാണ്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുവാൻ വേണ്ടി, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യത്വമുള്ള ഒരാളായിട്ട് മാറാൻ അനിവാര്യമായി വേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് തഖ്വയാണ്. ആ തഖ്വ ഇല്ലെങ്കിൽ അവരിൽ നിന്ന് എല്ലാ തരത്തിൽപ്പെട്ട സംസ്കാര ച്യുതിയും അല്ലെങ്കിൽ എല്ലാ തരത്തിൽപ്പെട്ട സംസ്കാര ശോഷണവും സംഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തഖ്വ എന്ന് പറയുന്ന ഗുണം മനുഷ്യനെ ഉണ്ടാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. റമദാനിലൂടെ ഒരു 10-30 ദിവസം, ഒരു മാസക്കാലം വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ ശരിക്കും ഒരാൾക്ക് ഇത് നേടിയെടുക്കാനുള്ള അവസരമുണ്ട്. അത് വലിയൊരു പരിശീലനമാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ 10-11 മാസമായിട്ട് നമ്മളൊക്കെ ജീവിച്ചു പോകുന്ന ഒരു രീതിയുണ്ട്. അത് വേറെ ഒരു പലതരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തഖ്വയാണ്. തഖ്വ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരു തരത്തിൽപ്പെട്ട ഒരു കടിഞ്ഞാണില്ലാതെ, ഒരു നിയന്ത്രണമില്ലാതെ, ആരോടും മറുപടി പറയേണ്ടി വരില്ല വരും എന്നുള്ള ബോധമില്ലാതെ അങ്ങനെ ജീവിച്ച ഒരു ജീവിതമാണ്. അതിൽ ക്രമവും ചിട്ടയും ഉണ്ടായിരുന്നില്ല, അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നില്ല. ഇനി ഇതാ നിങ്ങൾക്ക് കുറച്ച് ദിവസം തരികയാണ്. വല്ലാത്തൊരു ഞെണ്ണത്തായിരുന്നു. ഇത്ര മഹത്തരമായ ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ സംസ്കരിച്ചെടുക്കുവാൻ ഇത്രക്കും ഇതിനേക്കാൾ പറ്റിയൊരു സാഹചര്യമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയാണ്, കുല്ലു അമൽ ഇബ്നു ആദം ലഹു ഇല്ല സിയാം. എല്ലാ മനുഷ്യ മക്കളുടെ മുഴുവൻ പ്രവർത്തനവും അയാൾക്കുള്ളതാണ്. ഇല്ല സിയാം, നോമ്പ്. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. പടച്ചറബിനോട് ഉള്ള ഒരു രഹസ്യമായ, ഓരോ വ്യക്തിയുടെയും രഹസ്യമായ ഒരു ഇബാദത്ത്, അതാണ് നോമ്പ്. വസിയാമു ജുന്ന. നോമ്പിനെ സംബന്ധിച്ച് റസൂൽ തുറന്നു പറയുകയാണ്, അതൊരു ജുന്നത്താണ്, ഒരു ഷീൽഡാണ്, ഒരു പരിചയമാണ്. വൃത്തികേടുകളിൽ നിന്ന് നമ്മെ തടയുന്ന ഒരു പരിചയമാണ്. وَإِذَا كَانَ يَوْمُ صَوْمِ أَحَدِكُمْ فَلَا يَرْفُثْ وَلَا يَسْخَرْ. ആരെങ്കിലും നോമ്പുകാരനായാൽ, നോമ്പ് നോക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾ വൃത്തികേടുകൾ സംസാരിക്കരുത്, വൃത്തികെട്ട കാര്യങ്ങളിൽ ഏർപ്പെടരുത്. فَإِنْ سَابَهُ أَحَدٌ أَوْ قَاتَلَهُ. ആരെങ്കിലും അയാളോട് ശണ്ട കൂടുവാൻ വന്നാൽ, അയാളെ ശകാരിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ, ഫയഖുൽ, അയാൾ പ്രതികരിക്കണം, ഞാൻ നോമ്പുകാരനായ ഒരാളാണ് എന്ന് അയാൾ പ്രതികരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര നല്ലൊരു സംഗതി ഒരു കാലാലോചിച്ചുകൊണ്ട് മനുഷ്യരൊക്കെ കോഴികെട്ട രൂപത്തിൽ താന്തോന്നികളാണ് ജീവിക്കുകയാണ്. പുതിയ കാലത്ത് പല പദങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് ലിബറൽ ചിന്താഗതികളുടെ ലോകത്ത്. അതിന്റെ ഫലങ്ങളാണ് നമ്മൾ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെയും മറുപടി പറയേണ്ടി വരില്ല, ഒരാളെയും ഭയപ്പെടേണ്ടതില്ല, മൂല്യങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല. അവനവന്റെ ഇഷ്ടമാണ്, സുഖമാണ്, ആസ്വാദനമാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് എങ്ങനെയായിരിക്കും ലോകം ഉണ്ടാവുക എന്നതിന്റെ തെളിവുകളാണ് ഓരോ ദിവസവും
കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. യുവതലമുറയിൽ വളരെ കൂടുതലായിട്ട് ആളുകൾ അക്രമങ്ങളിലേക്കും വൃത്തികേടുകളിലേക്കും ലഹരിയിലേക്കും വ്യാപകമായി പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഈ സന്ദർഭത്തിലാണ് പരിശുദ്ധ റമദാൻ നൽകുന്നത്. ഒരു മനുഷ്യനെ സംസ്കരിക്കാൻ വേറെ ഒന്നിനും കഴിയില്ല. ഈ ഒരു കാര്യമുണ്ടെങ്കിൽ, തഖ്വ അയാളിൽ വന്നാൽ, ഈമാൻ അയാൾക്കുണ്ടെങ്കിൽ, എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും വൃത്തികളിൽ നിന്നും നമുക്ക് നമ്മെ രക്ഷിക്കാൻ കഴിയും, നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ കഴിയും. അത് നഷ്ടപ്പെടാനാകും. അങ്ങനെയുള്ള മഹത്തരമായ അവസരമാണ് മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് പടച്ചറവ് തരിക. പടച്ചറവ് ആ മഹത്തരമായ സന്ദർഭത്തിന് പരിശുദ്ധ റമദാനിന്റെ മഹത്വങ്ങൾ എല്ലാം നേടിയെടുക്കുക. ഞങ്ങൾ എല്ലാവരും ഈ തുറക്കണമേ പ്രഭേ. വിശുദ്ധ റമദാൻ ഒരു മാറ്റത്തിന്റെ സന്ദർഭമാണ്. നമുക്ക് കഴിഞ്ഞ കാലങ്ങളായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുറെ ചിട്ടകളുണ്ട്. അതുപോലെ നമ്മിൽ വന്നു ചേർന്നിരിക്കുന്ന കുറെ ദുസ്വഭാവങ്ങളും ദുശീലങ്ങളുമുണ്ട്. ആ ദുശീലങ്ങളെ മാറ്റിയിട്ട് നഷ്ടപ്പെട്ടു പോയ ചിട്ടകളെ തിരിച്ചു പിടിക്കുവാനുള്ള ഒരു അവസരമാണ് പരിശുദ്ധ റമദാൻ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ള ഒന്ന് നമ്മുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ആവർത്തിച്ച് പറയാനുള്ളതാണ് അസ്വലാത്ത്. കാരണം നമസ്കാരത്തെ സംബന്ധിച്ചാണ് കാരുണ്യവാനായ റബ്ബ് അത് നേരത്തെ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ എല്ലാ പ്രവാചകന്മാർക്കും കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് എന്ന് പറയുന്നത് നമസ്കാരമാണ്. സമയം നിർണയിക്കപ്പെട്ട നിർബന്ധമായ ഒരു ബാധ്യതയാണ് നമസ്കാരം എന്ന് പറയുന്നത്. നമസ്കാരം എന്തിനാണ് നിശ്ചയിച്ചു കൊടുത്തത്? ആ സമൂഹത്തെ ഒരു വ്യക്തിയെ ബാധിക്കുന്ന എല്ലാത്തിനും പരിഹാരമാണ് നമസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സന്ദർഭങ്ങൾ വ്യത്യസ്തമായ സമയങ്ങളിൽ ഖുർആനിൽ പറയുന്നുണ്ട്. അതിൽ പലപ്പോഴും അങ്ങേയറ്റം പ്രയാസം സഹിച്ച വളരെയധികം പ്രതിസന്ധികൾ നേരിട്ട സന്ദർഭത്തിൽ റസൂലിനോട് പറയുന്നത് അഖിമിസ്സലാ, നമസ്കാരം നിലനിർത്തുക, നീ നമസ്കരിക്കുക എന്നാണ് പ്രവാചകന് ആശ്വാസമായിട്ട് കൊടുക്കാനുള്ളത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കുവാൻ വേണ്ടി പ്രവാചകൻ ആവശ്യപ്പെട്ട അരിഹ്ന യാ ബിലാൽ, ഞങ്ങളെ സന്തോഷിപ്പിക്കുക ബിലാലെ, ആശ്വാസമാണ് നമസ്കാരം. എന്ന് മാത്രമല്ല, നിരന്തരമായിട്ട് നമ്മൾ മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇലാഹിനെ സംബന്ധിച്ച്, നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച്, നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് ജീവൻ നൽകി നമ്മെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബിനെ സംബന്ധിച്ചാണ് മറവി. ആ മറവിയിൽ നിന്ന് നമുക്ക് മോചനമാണ് നമസ്കാരം. അഖിമി സ്വലാത്ത ലിദിക്രി. ഇങ്ങനെ സാന്ത്വനം നൽകുന്ന, അള്ളാഹുവിനെ സംബന്ധിച്ച് എപ്പോഴും നമ്മളെ കണക്ട് ചെയ്യുന്ന, ബന്ധപ്പെടുത്തി നിൽക്കുന്ന നമസ്കാരം ഡിസോർഡർ ആയി പോയിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കണം. ഈ ഒരു മാസക്കാലം വിശുദ്ധ റമദാനിൽ നമ്മൾ പ്രതിജ്ഞ ആദ്യം എടുക്കേണ്ടത്, എനിക്ക് ആകെ താറുമാറായി കിടക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ രൂപത്തിൽ ഇപ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന നമസ്കാരത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. എല്ലാവരും സംഘത്തിലാവണം. ഇത് ഞാൻ പറയുന്നത് ഇവിടെ കേൾക്കുന്ന അധികം ആളുകളും കുടുംബനാഥന്മാരായിരിക്കും. ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗൃഹനാഥനെ സംബന്ധിച്ചിടത്തോളം, വീട്ടിലെ ഗൃഹനായികയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് ബാധ്യതയുണ്ട് തന്റെ വീട്ടിലുള്ള കുട്ടികളെ കൂടെ ഈ ഒരു മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ട് അവരോട് കൂടെ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ വീട്ടിൽ ഈ വിശുദ്ധ റമദാനിൽ ഒരു അംഗത്തിന് പോലും നമസ്കാരങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല. എന്ന് മാത്രമല്ല, അത് ഏറ്റവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതുപോലെ ഒന്നാമത്തെ സമയം, അതിന്റെ ആദ്യ സമയത്ത് ജമാഅത്തായിട്ട് ഇമാമിനോടൊപ്പം നമസ്കരിക്കുവാനുള്ള സംവിധാനം ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ ഒരു നിർബന്ധം ആദ്യം വെക്കുക. അത് ഫർദ് നമസ്കാരങ്ങൾ അതുപോലെ തന്നെയാണ് സുന്നത്ത്. കാരണം ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത, അതിലുള്ള ഓരോ പ്രവർത്തനങ്ങൾക്കും വമ്പിച്ച പ്രതിഫലമാണ്. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഒരു നിമിഷവും പാഴാക്കരുത്. അതുകൊണ്ട് ഫർദ് നമസ്കാരങ്ങളെ പോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ കൂടി ഫർദിനോടനുബന്ധിച്ചുള്ള റവാത്തിബ് സുന്നത്തിൽ പതിവാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. റമദാനിൽ ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രതിഫലാർഹമായ ഒരു നമസ്കാരം എന്നത് റമദാൻ ഖിയാമുൽ ലൈൽ അല്ലെങ്കിൽ തറാവീഹ് എന്നൊക്കെ നമ്മൾ പറയുന്ന രാത്രിയിലെ നമസ്കാരമാണ്. അതിനെ സംബന്ധിച്ച് പറയുന്നത് മൻ ഖാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. തറാവീഹ് ഫർദൊന്നുമല്ല, പക്ഷേ റസൂൽ പറയുകയാണ്, ആരെങ്കിലും രാത്രിയിൽ അത് നിന്ന് നിർവഹിക്കുകയാണെങ്കിൽ, നമസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും നാം പുറത്തു കൊടുക്കുന്നതാണ്.
അതുകൊണ്ട് അത് ആദ്യ രാവ് മുതൽ റമദാൻ മാസപ്പിറവി കണ്ട അന്ന് ആ രാത്രി മുതൽ ആരംഭിക്കണം തറാവീഹ് നമസ്കാരം. നമ്മൾ എടുക്കേണ്ട രണ്ടാമത്തെ പ്രതിജ്ഞയാണ് നമസ്കാരം ഓർഡറാക്കുക. അത് ഡിസോർഡർ ആയതാണ് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ബാധിച്ച, നമ്മുടെ സമൂഹത്തെയും ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രോഗം എന്ന് പറയുന്നത്. തിരിച്ചു പിടിക്കണം. അതാണ് പടച്ചവനുമായി നമ്മെ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം. അതോടെ കൂടെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ദുആകൾ. പടച്ചവനോട് ഏറെ പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണ്. പരിശുദ്ധ റമദാനിന്റെ പ്രത്യേകത ധാരാളമായിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭമാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും റമദാനിലെ 1-2 അവസരങ്ങൾ പ്രത്യേകം എടുത്തു പറയും. നോമ്പ് തുറക്കുന്ന വേളയിലുള്ള ദുആ, നോമ്പ് തുറക്കുന്ന വേളയിലുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരം കിട്ടും. അതുപോലെ നോമ്പെടുക്കുന്ന സമയത്ത് സഹറിന്റെ അത്താഴത്തിന്റെ വേളയിലുള്ള പ്രാർത്ഥന. ഈ നോമ്പ് തുറക്കുന്ന സമയം ആലോചിച്ചോളൂ. നമ്മൾ ആകെ തിരക്ക് പിടിച്ചൊരു സമയമായിരിക്കും. എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം എത്ര മണിക്കാണ് എത്ര സമയത്തിനാണ് ബാങ്ക് കൊടുക്കുക എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. ഇഫ്താറിന്റെ സമയം കൃത്യമാണ്. അപ്പൊ അതിന് മുമ്പേ ആയിട്ട് ഒരു 5-10 മിനിറ്റ് മുമ്പേ നേരെ ഒന്ന് ഫ്രീ ആയിട്ട് മനസ്സ് എല്ലാത്തിൽ നിന്നും മാറിയിട്ട് ഒറ്റയ്ക്കിരുന്നുകൊണ്ട് റഹ്മാൻ അവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ കഴിയുക. അത് കുടുംബസമേതമാണെങ്കിൽ ഏറ്റവും ഭംഗി. എന്താണ്? റഹ്മാൻ റബ്ബേ, ഇതാ 10-13 മണിക്കൂർ സമയമായി ഞങ്ങൾ നിന്റെ കൽപ്പന അനുസരിച്ച് ഒരു തുള്ളി വെള്ളം കഴിച്ചിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. നിനക്ക് വേണ്ടി നോമ്പെടുക്കുകയാണ്. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണം, പാപങ്ങൾ പൊറുത്തു തരണം, എല്ലാം പറയാം. സ്വർഗം ചോദിക്കണം, അല്ലാഹുവിനോട് മഗ്ഫിറത്ത് തേടണം, നരകാഗ്നിയിൽ നിന്ന് വിമുക്തി തേടണം. ഇതൊക്കെ ആ പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകൾക്കുള്ള അവസരമാണ് നോമ്പ് തുറന്ന സമയം. നമുക്ക് പതിവാക്കാൻ കഴിയുമോ? അവിടെയാണ് നമ്മുടെ ഈമാനും നമ്മുടെ ഇച്ഛാശക്തിയും ഒക്കെ പരിശോധിക്കപ്പെടുന്നത്, പരീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അത് മാത്രമല്ല, വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് ഖുർആനുമായുള്ള നമ്മുടെ ബന്ധമാണ്. കഴിഞ്ഞ റമദാനിന് ശേഷം ഖുർആൻ എടുക്കാത്ത ആൾക്കാരുണ്ടാവും. അന്ന് ഓതി വെച്ച അന്നൊക്കെ ഫുൾ ഖത്തം തീർന്നു, അല്ലെങ്കിൽ 4 ജുസ് ഓതി 5 ജുസ് ഓതി എന്നൊക്കെ പറഞ്ഞ് നോക്കാറുണ്ടാവും. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത് വിശദമായി പിന്നീട് പറയാം. പക്ഷേ ആദ്യം നമ്മൾ പഠിക്കെടുക്കണം. ഖുർആൻ ഈ റമദാൻ തന്നെ നമുക്ക് നോമ്പ് നിർബന്ധമാക്കാനുള്ള കാരണമായിട്ട് റഹ്മാൻ റബ്ബ് പറഞ്ഞത് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതും മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആൻ ഇറങ്ങിയതിന്റെ പേരിൽ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ശഹ്റു റമദാൻ. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ നോമ്പെടുക്കണമെന്ന് അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് നല്ലൊരു ബന്ധം എല്ലാ ദിവസവും ഖുർആനുമായിട്ടുണ്ടാവണം. ഇങ്ങനെയത് അതിൽ പാരായണം മാത്രമല്ല, പാരായണം ചെയ്തതോടൊപ്പം തന്നെ അതിൽ ഹുദയുണ്ട്. ഞാൻ എങ്ങനെയാ പോകേണ്ടതെന്നുള്ള വഴി അതിലുള്ളത്, ഞാൻ ഏത് റൂട്ടിലാണ് സഞ്ചരിക്കേണ്ടതെന്നുള്ള എന്റെ മാർഗദർശനം അതിലുള്ളത്. അതുകൊണ്ട് അതെന്താ പറഞ്ഞതെന്ന് കൂടി നോക്കണം, അതിന്റെ ആശയം കൂടി മനസ്സിലാക്കാൻ പരിശ്രമിക്കണം. വിശുദ്ധ ഖുർആന്റെ പാരായണവും അതിന്റെ ആശയം ഗ്രഹിക്കലും ഒക്കെ ആയിട്ട് ഖുർആനുമായിട്ട് ഈ ദിനരാത്രങ്ങളിൽ നല്ല ബന്ധം, അതിന് സമയം കണ്ടെത്തണം. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സംഗതി, നമ്മുടെ സമയമില്ല, അതിനൊന്നും നേരം കിട്ടില്ല, ഒരു പ്രാവശ്യം ഓതി തീർക്കാൻ കഴിയില്ല എന്നൊക്കെ വിചാരിക്കും. ഇത്രയല്ലേ, 10-600 പേജില്ലേ, 10-30 ജുസല്ലേ, ഇതെങ്ങനെ ഓതി തീർക്കാനൊക്കെ ചോദിച്ചാൽ പടച്ചറപ്പ് നമുക്ക് നൽകിയ ഒരു മഹത്തായ നിഅമത്താണ് സമയം എന്ന് പറയുന്നത്. നമ്മുടെ ആയുസ് അതിങ്ങനെ തീരുക. ഇന്നും മരിച്ച ആൾക്കാരുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാതെ അപകടത്തിൽ മരിച്ച ആൾക്കാരും അല്ലാത്ത ആൾക്കാരും ഒക്കെ ഉണ്ട്. നമ്മളുടെ എപ്പോഴാണ് തീരുക എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു സമയം ഇപ്പൊ തന്നിട്ടുണ്ട്. നൽകപ്പെട്ട സമയത്തെ ആ ടൈമിൽ കൃത്യമായി മാനേജ് ചെയ്യുക, കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ള ബുദ്ധിയുള്ള ആളുകൾ ചെയ്യേണ്ടതാണ്. നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സമയത്തെ ഒരിക്കലും വേറൊന്നും തടസ്സം വരാത്ത രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ സമയം ഇപ്പോൾ കവർന്നെടുത്തിരിക്കുന്നത് സ്ക്രീനുകളാണ്. ഒരുപക്ഷെ ചെറിയ മൊബൈൽ സ്ക്രീനുകളായിരിക്കാം, അല്ലെങ്കിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ TV സ്ക്രീനോ, സ്ക്രീനുകളിലാണ് സമയമാക്കിയിരിക്കുന്നത്. അത് ചെറിയ കുട്ടിക്ക് മാത്രമൊന്നുമില്ല, വേഗം പറയും കുട്ടികളെ പറ്റിയത്. കുട്ടികളൊന്നുമല്ല, ഇതില് പ്രായം ചെന്ന വല്യാപ്പന്മാരും വല്യമ്മമാരും ഒക്കെ കണക്കാ, കുട്ടികളും കണക്കാ, എല്ലാവരും ഒരുപോലെ. മുമ്പൊക്കെ സാധാരണഗതിയിൽ നമ്മൾ റമദാനിൽ ഒരു ദുശ്ശീലം മാറ്റാൻ പറയുമ്പോൾ പുകവലി എല്ലാവരും നിർത്തുക, അതിന് പറ്റിയ സമയമാണ് പകൽ സമയത്ത് പുകവലിക്കുക. അങ്ങനെയുള്ള ആളുകളൊക്കെ നോമ്പ് തുറന്ന് ഉടനെ തന്നെ എടുത്ത് പുകവലിക്കാറുണ്ട്, കാണാറുണ്ട്. പലരും നോമ്പിനോടുകൂടെ പുകവലി നിർത്തിയവരുണ്ട്. ഇപ്പോ അതിനേക്കാൾ മാരകമാണത്. ഈ പുകവലിയാണെങ്കിൽ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും അത് ഇഞ്ചുറീസ് ആണ്, അല്ലെങ്കിൽ അത് ഹാനികരമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ എഴുതി വെക്കപ്പെടാത്ത ഒരു സാധനമുണ്ട്. ഇത് ഗുണകരമാണ്, അതുപോലെ അതിനേക്കാളേറെ ദോഷകരവുമാണ്.
കരുതി ഉപയോഗിക്കണം. ആ സ്ക്രീൻ ടൈമാണ് നമ്മൾ പരിശോധിച്ചാൽ കാണുക എത്ര സമയം ഒരാൾ കളിക്കുന്നത്. സമയം പോകുന്ന അറിയില്ല. ഉപകാരമാണത്. ഉപകാരമുള്ളത് മാത്രമേ ഞാൻ കാണൂ, കേൾക്കൂ, ഞാൻ പറയൂ എന്ന് തീരുമാനിച്ചാൽ ഇത് നിയന്ത്രിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ റമളാൻ കൊണ്ട് ഒരു കാര്യവുമില്ലാതെയായി പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സുംത ഫൽയസും സമഉക വബസറുക വലിസാനുക. നോമ്പെടുത്താൽ പോരാ, നോമ്പെടുക്കുകയാണെങ്കിൽ നിന്റെ കാതും നിന്റെ കണ്ണും നിന്റെ നാവും നോമ്പെടുക്കണം. ആ കണ്ണും കാതും നാവും ഒക്കെ ഇപ്പോ നമ്മൾ ഈ സ്ക്രീനിനോട് ചോദിച്ചാൽ മതി എന്തിനാ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കരുതലോടുകൂടി ഉപയോഗിക്കുക. ഉപകാരപ്രദമായ കാര്യങ്ങൾ കേൾക്കുകയും അത് കേൾപ്പിക്കുകയും ചെയ്യുക. നമ്മൾ പറയുന്ന, നമ്മൾ ചെയ്യുന്ന പോസ്റ്റുകൾ, നമ്മൾ ഇടുന്ന സ്റ്റാറ്റസുകൾ, നമ്മൾ ചെയ്യുന്ന സ്റ്റോറികൾ ഒക്കെ തന്നെ ആളുകൾക്ക് ഉപകാരമുള്ളതായിരിക്കണം. അല്ലെങ്കിൽ മിണ്ടാതിരിക്കും, ഒന്നും ചെയ്യണ്ട. കൂടുതലായിട്ട് പടച്ചറപ്പിനോട് അടുക്കുവാനുള്ള സമയമാണ്. ദിനരാത്രങ്ങളാണ് മുമ്പിലുള്ളത്. അതെങ്ങനെ വേണമെന്ന് നിങ്ങൾ കുടുംബസമേതം ഇരുന്ന് ആലോചിച്ചിട്ട് ഏറ്റവും ഫലപ്രദമായ റമളാനാക്കി തീർക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. പടച്ചറപ്പ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. പടസ്ഥലത്ത് കൽപ്പിച്ചതനുസരിച്ച് അവർ വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന്. റമളാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലാഹു ഇത് തന്നത് നമുക്ക് ഒരു തഖ്വ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. നല്ല ചിട്ടകൾ ഉണ്ടാക്കി നല്ല ജീവിതം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് വളരെ പ്രയാസപ്പെടുന്ന ഒരു സംഗതി. നമുക്കിപ്പോൾ നമസ്കാരം പോലും, രാത്രി നമസ്കാരം പോലും പ്രയാസകരമായി മാറുന്ന ഒരു അവസ്ഥാവിശേഷം ഭക്ഷണ രീതിയിലൂടെ വന്നു ചേരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീരുമാനം, നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ ഈ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ തീരുമാനം എടുക്കുന്ന കൂട്ടത്തിൽ ഇവിടെ എന്താ ഭക്ഷണം ഉണ്ടാക്കേണ്ടത്, നോമ്പ് തുറക്കുമ്പോൾ നേരത്തെ തീരുമാനിച്ചാൽ മതി. അമിതമായിട്ട് നമ്മുടെ എല്ലാ അർത്ഥത്തിലും വിവാദത്തിലേക്ക് വരെ തടസ്സമാവുന്ന രൂപത്തിൽ ഉള്ള ഭക്ഷണ രീതി വേണ്ട. നമുക്ക് മിതമായിട്ട് പോലെ ഇത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് ധാരാളം സമ്പത്ത് അല്ലെങ്കിൽ പലതരത്തിൽപ്പെട്ട വിഭവങ്ങളുടെ വർധനവിന്റെ നടുവിലാണ്. അതുകൊണ്ട് അത് നോമ്പ് നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. നോമ്പിൽ നമുക്ക് കൂടുതലായിട്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രൂപത്തിലുള്ള, അതിന് പാകപ്പെട്ട രൂപത്തിലുള്ള ഒരു ഭക്ഷണ ശൈലി കൂടി നമ്മൾ വളർത്തിയെടുക്കണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ റമളാനിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന നന്മകൾ, നേരത്തെ നമസ്കാരവും ഖുർആൻ പാരായണവും ദുആനും ഒക്കെ പറഞ്ഞ പോലെ മറ്റൊന്നാണ് സ്വതഖകൾ എന്ന് പറയുന്നത്. റഹ്മാൻ റബ്ബ് നമുക്ക് നിർബന്ധമാക്കി നിശ്ചയിച്ച സക്കാത്ത് ഉണ്ട്. നേരത്തെ നമ്മൾ ഖുതുബയിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് പുറമെ സ്വതഖകളുണ്ട്. റസൂലിനെ സംബന്ധിച്ച് ഉദ്ധരിക്കപ്പെടുന്ന അദ്ദേഹം നോമ്പായി കഴിഞ്ഞാൽ നന്നായിട്ട് വീശുന്ന, അടിച്ചു വീശുന്ന ഒരു കാറ്റിനേക്കാൾ അജ്വർ ഉദാഹരണമായിരുന്നു എന്നാണ്. എല്ലാവർക്കും കൊടുക്കുക, ധാരാളമായിട്ട് കൊടുക്കുക. കൊടുക്കുന്നതിനനുസരിച്ച് കുറയും, നമ്മുടെ അക്കൗണ്ടിൽ ബുക്കിൽ കുറയും. പക്ഷേ പടച്ചറപ്പിന്റെ അടുത്ത് കുറയുകയല്ല. ഒരു സത്യവിശ്വാസം നൽകുന്നതിനനുസരിച്ച് വർദ്ധിക്കുകയാണ് എന്നാണ് ഈ അക്കൗണ്ട് തമ്മിലുള്ള ഒരു വ്യത്യാസം. അതുകൊണ്ട് നന്നായി കൊടുക്കുക. പലരും വരും പലതരത്തിൽപ്പെട്ട കലക്ഷനുമായിട്ട്. ആരോടും കയർത്ത് സംസാരിക്കരുത്. നോമ്പ് നഷ്ടപ്പെട്ടു. ഇന്നലെ വന്നത് ഇന്ന് വേറെ റെസിപ്റ്റുമായിട്ട് വരികയാണോ ചോദിക്കരുത്. കൊടുക്കുക. കൊടുക്കാനില്ലെങ്കിൽ മാന്യമായ രൂപത്തിൽ സംസാരിക്കുക. പരിശുദ്ധ റമളാൻ ഇങ്ങനെ ദാനം ചെയ്യുന്ന ആളുകളുടെ ദാനധർമ്മങ്ങൾക്ക് വലിയ വമ്പിച്ചളവിൽ പ്രതിഫലം നൽകുന്ന കാര്യം കൂടിയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. എന്ന് മാത്രമല്ല, കൊടുക്കാതെ പിശുക്കി പിടിച്ച് അവനവന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം കരുതി വെക്കുന്നവർ ആലോചിക്കണം. നിങ്ങളുടെ കയ്യിലുള്ളത് ഉപയോഗിച്ചുകൊണ്ട് തീർക്കാൻ കഴിയാത്ത തരത്തിൽപ്പെട്ട വേറെ ഗുരുതരമായ സംഗതി അല്ലാഹു വരുത്തുന്നതിനേക്കാൾ നല്ലതല്ലേ കയ്യിലുള്ളത് കൊടുക്കുന്നത് എന്ന് ആലോചിക്കുക. 10,000 രൂപ ഒരാളുടെ കയ്യിലുണ്ട്. അതിന് ഒരു 100 രൂപ കൊടുക്കാതെ അങ്ങനെ കെട്ടിപ്പൂട്ടി അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുനടക്കായിരിക്കും. അപ്പോഴാണ് ഈ 10,000 ലക്ഷം ചെലവഴിച്ചാലും മതിയാവാത്ത രോഗമെന്നാണ് അവസ്ഥ ആലോചിച്ചോണ്ട്. അതുകൊണ്ട് കരുതണം. അല്ലാഹു പറയുന്നുണ്ട്, ആപത്തുകളെ തടയും സ്വതക്കകൾ, പ്രയാസങ്ങൾ നമ്മളെ കാത്തുരക്ഷിക്കും സ്വതക്കകൾ. അതുകൊണ്ട് അതുകൂടി നമ്മുടെ ധാരണയിൽ ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. റഹ്മാൻ റബ്ബ് വിശുദ്ധ റമളാനിനെ
ഏറ്റവും നല്ല രൂപത്തിൽ സ്വാഗതം ചെയ്യുവാൻ, അതിനെ സ്വീകരിക്കുവാൻ നമ്മയൊക്കെ തുറക്കുമാറാവട്ടെ. പടച്ചവന്റെ നല്ല വേനലിന്റെ സന്ദർഭത്തിലാണ് ഈ പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് എത്തിയിരിക്കുന്നത്. പടച്ചവന്റെ ഒരു ക്ഷീണവുമില്ലാതെ ഏറ്റവും നല്ല കരുത്തോടുകൂടി, ശാരീരികമോ മാനസികവുമായ കരുത്തോടുകൂടെ പരിശുദ്ധ റമദാനിനെ വരവേൽക്കുവാൻ ഞങ്ങൾ നീ തുറക്കണമേ റബ്ബേ. എത്ര മഹത്തരമായ പ്രതിഫലമാണ് നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആ പ്രതിഫലം എല്ലാം നേടിയെടുക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. റമദാൻ ലഭിച്ചിട്ട് ഒരു കാര്യവുമില്ലാതെ ആയി പോകുന്ന നരകവിമുക്തി നേടാത്ത ആളുകളെ സംബന്ധിച്ച് പറയുന്നത് റഹ്മാൻ റബ്ബേ, ആ ഹതഭാഗ്യത്തിൽ നിന്ന് ഞങ്ങൾ നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. ഈ പള്ളി കുറെ കാലമായി 2 വർഷത്തോളമായി നമ്മൾ ഇതിന്റെ ഒരു മിനുക്ക് പണിയിൽ ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയായിരുന്നു. ധാരാളം ആളുകൾ ഇതിന് ഈ ഭവനത്തിന്റെ നിർമ്മാണത്തിന് സഹായിച്ചിട്ടുണ്ട്. ഒറ്റ പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അത് മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട് ലഭ്യമാകണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് ഇതിനു വേണ്ടിയിട്ട് വലിയ സമ്പത്ത് ചെലവഴിച്ച ആളുകളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ട്. ഈ പള്ളിയിൽ ഇതുവരെ കയറാത്ത ആളുകളുണ്ട്. സ്വദേശത്തും വിദേശത്തുമുള്ള ആളുകളുണ്ട്. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. റഹ്മാൻ റബ്ബേ, അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് വമ്പിച്ചളവിൽ സാമ്പത്തികമായ സ്വതകൾ നിർവഹിച്ചുകൊണ്ട്, അതുപോലെ ശാരീരികമായ അധ്വാനങ്ങൾ അർപ്പിച്ചുകൊണ്ടൊക്കെ ഈ ഭവനത്തിന്റെ പൂർത്തീകരണത്തിന് സഹായിച്ച മുഴുവൻ സഹോദരങ്ങളുടെയും ആ ദാനധർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ റബ്ബേ. വലിയ പ്രതിഫലം നൽകി അവർ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. സദഖത്തുൽ ജാരിയ എന്നാൽ മരിച്ചാലും നിലച്ചു പോവാത്ത ദാനധർമ്മങ്ങളാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ അയാൾക്ക് ഈ ദുനിയാവുമായുള്ള സകല ബന്ധങ്ങളും അവസാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങൾ അവസാനിക്കാതെ നിലനിൽക്കും. റഹ്മാൻ റബ്ബേ, ഇതിനു വേണ്ടി സമ്പത്ത് നൽകിയ ധാരാളമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഇത് സദഖത്തുൽ ജാരിയത്തായിട്ട് നീ സ്വീകരിക്കണമേ റബ്ബേ. പരസ്പരമേ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. ആപത്തുകളെ കൊണ്ട് ഞങ്ങൾ നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. റഹ്മാൻ റബ്ബേ, പലതരത്തിൽപ്പെട്ട രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂടുതലുണ്ട്. ശിഫ നൽകി അനുഗ്രഹിക്കണമേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. നീ നൽകിയ ആരോഗ്യം വലിയൊരു നിയമത്താണ്. ആ നിയമത്തിന് ശുക്ർ ചെയ്യുവാൻ ഞങ്ങൾ നീ തുറക്കണമേ റബ്ബേ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർ മാർഗം ചെയ്യണമേ. സ്വാധീനങ്ങളായ സന്താനങ്ങൾ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. അനീതിയുടെ, അതിക്രമത്തിന്റെ, അഴിമതിയുടെ വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ നാടുകൾക്കും മോചനം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഓരോ ദിവസവും പലരെയായി നീ തിരിച്ചു വിളിക്കുന്നു. റഹ്മാൻ റബ്ബേ, നിന്നിലേക്ക് യാത്രയായവരുടെ കൂട്ടത്തിൽ ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കളുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, ഇണകളുണ്ട്, മക്കളുണ്ട്, വേണ്ടപ്പെട്ട പലരുമുണ്ട്. റഹ്മാൻ റബ്ബേ, അവർക്കൊക്കെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ റബ്ബേ. ഈ ദുനിയാവിൽ അവരുടെ ജീവിതകാലത്ത് അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അവർ നീ സന്തോഷിപ്പിക്കണമേ അല്ലാഹ്. അവരുടെ എല്ലാ ദോഷങ്ങളും നീ കാരുണ്യവാനാണ്, പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റബ്ബേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ നഈമിൽ സമ്മേളിപ്പിക്കണമേ അല്ലാഹ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ذنوبنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم طهر قلوبنا من النفاق وأعمالنا من الرياء وألسنتنا من الكذب وأعيننا من الخيانة فإنك تعلم خائنة الأعين وما تخفي الصدور. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.